സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷമാണ് നീണ്ടുനിന്നത്? 190 വർഷമാണ്. 190 വർഷം. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജെനിക്സ് എന്നാണ്. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്? ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്? കമ്പനം മൂലമാണ്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി എവറസ്റ്റ് ആണ്. എവറസ്റ്റ് ആണ് പീക്ക് 15 എന്നും അറിയപ്പെട്ടിരുന്നത്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ഏത് സംസ്ഥാനം വിഭജിച്ചിട്ടാണ്? ബീഹാർ ആണ്. ബീഹാർ വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപവൽക്കരിച്ചത്. ബീഹാർ. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം? ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടി ആണ് എവറസ്റ്റിന്റെ ഉയരം. 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടിയാണ് എവറസ്റ്റിന്റെ ഉയരം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം ആണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മഹാപരിനിർവാണ ദിവസ്. മഹാപരിനിർവാണ ദിവസായിട്ട് ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനമാണ് മഹാപരിനിർവാണ ദിവസായിട്ട് ആചരിക്കുന്നത്. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം? പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യമാണ് സെറിസിൽ. പേര് സെറിസിൽ. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യമാണ് സെറിസിൽ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ്. രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂണിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്. ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പാ നദിയാണ്. പമ്പാ നദിയാണ് ബാരീസ് എന്ന് അറിയപ്പെടുന്നത്. പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം? പെർട്ടുസിസ് ഏതാണ്? വില്ലൻ ചുമയാണ്. വില്ലൻ ചുമയാണ് പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം.
പെർട്ടുസിസ് ഏതാണ്? വില്ലൻ ചുമ. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി. ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്ത് ഉൽപാദനത്തിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്ത് ഉൽപാദനത്തിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? കൈതച്ചക്കയാണ്. കൈതച്ചക്ക. ഏത് ഗ്രാമമാണ്? വാഴക്കുളം. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാർ. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പാണ്. ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. പാലക്കാട് മണി അയ്യർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധനായത്? പാലക്കാട് മണി അയ്യർ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രസിദ്ധനായത്? മൃദംഗമാണ്. മൃദംഗ വിദ്വാനാണ് പാലക്കാട് മണി അയ്യർ. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു ആരാണ് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശൂർ ജില്ലയാണ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ്? തൃശൂർ. ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി. ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ചരമഗതം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് ചരമഗതം എന്ന കൃതി രചിച്ചത്? ടി കെ മാധവന്റെ നിര്യാണത്തിലാണ്. ടി കെ മാധവൻ. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി. പത്രം മിതവാദി. ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത. ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത ആരാണ്? ആര്യ പള്ളമാണ്. ആര്യ പള്ളം. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഇഗ്നോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഇഗ്നോ. അടുത്ത ചോദ്യം, കുട്ടംകുളം സമരത്തിന്റെ നേതാവ്. കുട്ടംകുളം സമരത്തിന്റെ നേതാവ് പി കെ കുമാരൻ മാസ്റ്റർ. കുട്ടംകുളം സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? പി കെ കുമാരൻ മാസ്റ്റർ. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഫോസ്ഫറസ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിന്റെ പ്രതിപാദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയൻ. പ്രകൃതിയാലുള്ള കാന്തം. പ്രകൃതിയാലുള്ള കാന്തമാണ് ലോഡ് സ്റ്റോൺ. പ്രകൃതിയാലുള്ള കാന്തം ലോഡ് സ്റ്റോൺ. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണയാണ് മാർഗറിൻ. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണയാണ് മാർഗറിൻ. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത്.
ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH85. NH85 കടന്നു പോകുന്നത് ഏത് ചുരത്തിലൂടെയാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെയാണ്. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബർ. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് ആണ് വെബർ. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല. ത്രിഫല എന്ന് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? കടുക്ക, താനിക്ക, നെല്ലിക്ക എന്നിവയാണ് ത്രിഫല എന്ന് അറിയപ്പെടുന്നത്. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത്. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം കാളിദാസന്റെ കൃതിയാണ്. കാളിദാസൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലമാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29 ആണ്. ഓഗസ്റ്റ് 29 ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. മണ്ണടി. വെള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെള്ളാനി ഏലമാണ്. വെള്ളാനി ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. ലോകാരോഗ്യ ദിനം എന്നാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? April 7 ആണ്. April 7 ആണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ അധ്യാപക ദിനം എന്നാണ്? ദേശീയ അധ്യാപക ദിനം September 5 ആണ്. September 5 ആണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആര്? ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. പ്ലാസി യുദ്ധം നടന്ന വർഷം? പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്നത് കാഞ്ചൻജംഗയിലാണ്. കാഞ്ചൻജംഗ. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. കൊല്ലവർഷം തുടങ്ങിയത്? കൊല്ലവർഷം AD 825. കൊല്ലവർഷം തുടങ്ങിയത് AD 825. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏത്? ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗമാണ് കോൾ. കോൾ ഗോത്രവർഗം എവിടെയായിരുന്നു? ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ. ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? ഒരു ഗ്രോസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 144 ആണ്. 144 എണ്ണമാണ് ഒരു ഗ്രോസ്. ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം? നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ്. നാറ്റോയിൽ അംഗമായ എത്രാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ്? 31. സിന്നബർ എന്തിന്റെ അയിരാണ്? സിന്നബർ മെർക്കുറിയുടെ അയിരാണ് സിന്നബർ. സിന്നബർ എന്തിന്റെ അയിരാണ്? മെർക്കുറി. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ്? പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അഥവാ GWP കണക്കാക്കുന്നത്
കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല. കാടകം വന സത്യാഗ്രഹം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായത് അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലം. ഇന്ത്യയിൽ മിഷൻ ഭഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ മിഷൻ ഭഗീരഥ, ശുദ്ധജല പദ്ധതിയുടെ പേര് മിഷൻ ഭഗീരഥ. എവിടെയാണ്? തെലങ്കാനയിലാണ്. 2016 ആരംഭിച്ചത്. തെലങ്കാന 2016. ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായാനം? സുരക്ഷായാനം എന്നത് ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായാനം എന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായാനം. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസം. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്നതിനുള്ള പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക. അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? യശ്പാൽ കമ്മിറ്റിയാണ്. യശ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ് അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ്? പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവരാണ്. ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവരാണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത്. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം 1962 ആണ്. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം ഏതാണ്? 1962. ഡ്രൈ ഡേ ആചരണം എന്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? ഡ്രൈ ഡേ ആചരണം എന്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? കൊതുകാണ്. കൊതുക് നശീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ് ഡ്രൈ ഡേ ആചരണം. അറക്കൽ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം. അറക്കൽ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷമാണ് 1819. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിംഗ് എന്ന പദം ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ്. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ്. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ചത് ശങ്കർ ഗുഹ നിയോഗിയാണ്. ശങ്കർ ഗുഹ നിയോഗി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? സർവശിക്ഷാ അഭിയാനുമായിട്ടാണ്. സർവശിക്ഷാ അഭിയാനുമായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ലയിപ്പിച്ചത്. OV വിജയന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? OV വിജയൻ. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചതാര്? ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ 1969 എത്ര രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? എത്രയാണ്? 50 കോടി രൂപയിലധികമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഏത് വർഷമാണ്? 1969. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ 1980 എത്ര രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 200 കോടിയാണ്. 200 കോടി.
അടുത്ത ചോദ്യം, തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസമാണ് തിക്മോട്രോപിസം. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? തിക്മോട്രോപിസം. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ആരണ്യകം. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? ഉപരാഷ്ട്രപതി. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. എന്നതാണ് പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം ഏതാണ്? കടപ്പുറമാണ് പുറക്കാട് കടപ്പുറം. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറമാണ് പുറക്കാട്. ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ച വർഷം? ആരംഭിച്ചത് 1882 ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചത്. ഖരാവസ്ഥയിലുള്ള ഹാലജൻ ഏതാണ്? ഹാലജനാണ് അയഡിൻ. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി ആരാണ്? പഴശ്ശിരാജയുടെ അനുയായിയാണ് തലക്കൽ ചന്തു. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഏതാണ്? കോർട്ടിസോൾ. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകമാണ് ആന്റിമണി. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. സമാനമായിട്ട് പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ. എവിടെയാണ് കാണപ്പെടുന്നത്? പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രേലിൻ. ഹോർമോണിന്റെ പേര് ഗ്രേലിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്രേലിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളിലാണ്. 1976 മലബാർ ആക്രമിച്ച ഹൈദർ അലിക്ക് സഹായം നൽകിയ വടക്കേ മലബാറിലെ ഭരണാധികാരി. 1766 മലബാർ ആക്രമിച്ച ഹൈദർ അലിക്ക് സഹായം നൽകിയ വടക്കേ മലബാറിലെ ഭരണാധികാരിയാണ് ആലി രാജ. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? കാണപ്പെടുന്നത് താടിക്കും കഴുത്തിനും ഇടയിലാണ്. ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത് താടിക്കും കഴുത്തിനും ഇടയിൽ. അവസാനത്തെ ചോദ്യം,
ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല സമിതി ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല സമിതിയാണ് പ്രവര പരിഷത്ത്. പ്രവര പരിഷത്ത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.